പാഷ് സാർ പറഞ്ഞത് ശരിയായില്ല. നമ്മളൊരു ആണിന് വിഷം കൊടുക്കി കൊല്ലുകയാണ്. എന്നിട്ട് ഒരു ജസ്റ്റിസ് ആണ്, ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു. കമാൽ പാഷ സാർ പറഞ്ഞത് തെറ്റാണ് സാറേ എന്ന് പറയാൻ ഇവിടെ ആർക്കും ഇതില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഹണി റോസിനെ വിമർശിച്ചതിന് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഹൈക്കോടതി വിധി എന്താ. ഹൈക്കോടതി വിധിയിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. നിങ്ങളടക്കം പലരും ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പോരാടണമെന്നാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. എല്ലാവർക്കുമായി പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി, നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. നാളെ ഒരു കള്ളക്കേസ് വന്നാൽ നമ്മുടെ ജീവിതം തീർന്നു. ഞാൻ ആരെ ഇതായിട്ട് പറയല്ല, നിങ്ങൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പിന്തുണയ്ക്കില്ല. ഇവിടെ ഇരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, ആ പോലീസുകാർക്കെതിരെ കള്ളക്കേസ് വന്നാൽ കൂടിയിരിക്കുന്നവർ എന്ത് പറയുന്നറിയോ, നീ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തോളാം. കോടതി പോയി ഫൈറ്റ് ചെയ്യാൻ എത്ര ലക്ഷം രൂപയാണ് ചെലവ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി പുരുഷന്മാർ ബലിയാടാവാൻ പാടില്ല. കാരണം ഒരുപാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പെണ്ണ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് തെളിയിച്ചു വരുന്ന അത്രയും കാലയളവ് നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമമുണ്ടാവും. നിങ്ങളെ കൂടെ നിൽക്കുന്ന ഭാര്യ എത്ര വിഷമിക്കണം. അതുകൊണ്ട് ഇനി മുതൽ ഒരു പുരുഷന്മാരും ബലിയാടാവരുത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് പരിഹാരത്തിലാക്കാൻ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരണം. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട് നല്ലപോലെ അറിയാം. നല്ലപോലെ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന് പകരം എന്ത് പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. ആ രീതിയിലുള്ള സ്ത്രീകളാണ്. ഒരു കാര്യമാണ് പറഞ്ഞത്, സ്ത്രീകളോടാണ് പൊതുവെ പ്രിയങ്ക മേഡത്തെ കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയങ്ക മേഡത്തെ കണ്ടുപഠിക്കുക. ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരെ തേജോവധം ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ മടിക്കുന്നുണ്ട്. ഇതാ ഇനി അങ്ങോട്ട് വളർച്ച എത്രയോ മടങ്ങ് ഉയരങ്ങളിലോട്ടായി. യാതൊരു മാറ്റം. 20 വർഷം ഒരു കേസ് നടത്തിയ ആളാണ് ഞാൻ. എന്നെ ആര് സഹായിക്കാണ്ടായിരുന്നു? ഏത് സ്ത്രീ വന്ന് എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും എനിക്ക് ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഒരാൾ ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുക. അതല്ലാതെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കോ ഫൈറ്റിങ്. കാരണം ഇത് ഞാൻ പറഞ്ഞു ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറയണേ ഇപ്പോഴും വൈകിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഏത് സമയത്ത് എന്ത് സഹായം എവിടെ വേണോ ഞാൻ എന്തായാലും നിങ്ങളോട് ഇനി തീർക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളോടും ഒരു റിക്വസ്റ്റ് മാത്രം. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു പോൾ ഇടണം. നിങ്ങളുടെ സ്വന്തം ചാനൽ അത് ചെയ്യാമല്ലോ. ഞങ്ങളെ ഇപ്പം പിന്തുണയ്ക്കുന്നതിന് ചില ആൾക്കാർ പറയും ഇവർ കുറച്ച് പിന്തിരിപ്പന്മാരാണ്, ഞങ്ങൾ പുരോഗമനവാദികളെന്ന് ആയിക്കോ. നിങ്ങൾ ലിബറലും പുരോഗമനവാദി ആയിക്കോ, ഞങ്ങൾ പിന്തിരിപ്പന്മാരാകാം. നിങ്ങളുടെ ചാനലിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങളിലോ ഒരു പോൾ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ? 85-90% ആൾക്കാരും പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതേ തത്വം കണ്ടിട്ടല്ല, ആദർശം കണ്ടിട്ടല്ല, ലിവ്ഡ് എക്സ്പീരിയൻസ്, അവരുടെ ജീവിതത്തിലെ വേദനകൾ കണ്ടിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആൾക്കാർ ആത്മഹത്യ ചെയ്യാണ്. അതായത് പുരുഷന്മാർ ഇവിടെ സഹിക്കാൻ വയ്യാതെ ഈ നിയമങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നത് കാരണം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യാണ്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ. നിങ്ങൾ മീഡിയയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാ മീഡിയയും ഒരു പോൾ ഇടുക. ഏതെങ്കിലും ഒരു പോളിൽ 85-90% താഴെ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ആ രീതിയിൽ എല്ലാ AKMയ്ക്കും കേരളത്തിൽ അങ്ങോളം ഇന്ത്യയിൽ അങ്ങോളമുള്ള ഈ പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. അജിത് കുമാർജി, AKM, രാഹുൽ, ഗോവേശ്വരൻ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇവിടെ വന്ന ആൾക്കാർ, സർവോപരി ഞങ്ങളെ ഇനി ഒരു വരി കൂടെ എൻ്റെ വ്യക്തിപരമായ നോക്കി എന്ന് പറയാം. ശബരിമല പ്രക്ഷോഭത്തിന് നമ്മളെ മുമ്പിൽ നിന്ന് വെച്ച സ്ത്രീകളാണ്, നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നടക്കുന്ന അമ്മമാരാണ്. സുപ്രീം കോടതിയിൽ അനുകൂലമായി വന്നത് ഒരു സ്ത്രീയാണ്, അതായത് നമ്മുടെ എതിരാ മാഡമാണ്. സുപ്രീം കോടതിയിൽ ഒരു വനിതാ ജഡ്ജിയാണ് വന്നത്. വനിതകളുടെ അനുഗ്രഹവും ആശീർവാദവും സഹകരണവും വേണം. സ്ത്രീ വിരുദ്ധമല്ല, സ്ത്രീകൾ കൂടി ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് താഴ്മയെ അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ഈ രക്തസാക്ഷ്യ ദിനത്തിൽ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു.